രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒന്ന്, ചെറിയ കുട്ടികളാവുമ്പോൾ മുതൽ ദീന് ഉള്ളിലേക്ക് കയറ്റി മക്കളെ വളർത്തുക. രണ്ടാമത്തേത്, മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ള സംവിധാനം വീട്ടിലൊരുക്കുക. എങ്ങനെ സംവിധാനം ഒരുക്കുക? അவ்விധത്തിൽ നമ്മുടെ വീടിനെ മാറ്റണം. പടച്ച റബ്ബേ, മദ്യപിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്ത കുട്ടി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു അലമാര ഫുള്ള് വിദേശ മദ്യമാണെങ്കിൽ എങ്ങനെ കുട്ടിക്ക് ഇത് മനസ്സിൽ നിൽക്കുക? സിനിമ കാണരുതെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയ കാലത്ത് പറയാൻ പറ്റുമെന്നാണ് 100%. പലരെ പ്രമുഖരെന്ന് തോന്നുന്ന സെലിബ്രിറ്റികളും പഴയതുപോലെ സിനിമ പറയാമല്ല എന്നൊക്കെ പറഞ്ഞ ഫത്വ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തള്ളിക്കളയണം. ചവറ്റുകൊട്ടയിലേക്ക് പുറംകാല് കൊണ്ടായാലും വേണ്ടില്ല, അകങ്കാല് കൊണ്ടാണെങ്കിലും വേണ്ടില്ല, അടിച്ചു തെറിപ്പിക്കണം. ഏത് വലിയ തറവാട്ട് പറന്നവനാണെങ്കിലും. സിനിമ ഹറാമല്ല, പഴയ പോലെ പോന്നോ, പഴയതിലേറെ 100 ഇരട്ടി സ്ട്രോങ്ങിൽ ഇപ്പോൾ ഹറാമാണ്. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്യുക, ദൃശ്യം മോഡൽ എന്ന് യൂട്യൂബിൽ. ഒരു സിനിമ കണ്ടിട്ടുണ്ടായ കേരളത്തിലെ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് വരും. പഴയ പോലെ ഹറാമല്ലാന്നോ? ഏത് തറവാട്ടുകാരൻ പറഞ്ഞാലും എത്ര വലിയ സെലിബ്രിറ്റി ആയാലും തള്ളിക്കളയണം. പടച്ച റബ്ബിൻ്റെ ദീൻ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏതെങ്കിലും തറവാട്ടുകാരനെ ന്യായീകരിക്കാനും വക്രീകരിക്കാനും ഉള്ളതല്ല അത്. അതാണ് മനുഷ്യൻ കാണിക്കേണ്ട റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട്. കുട്ടി മദ്രസയിൽ നിന്ന് ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇനി അതൊന്നും വേണ്ട, ഇനി ഞാൻ കാണൂല എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് വരുമ്പോൾ വീട്ടുകാരെ ഒന്നിച്ച് വലിയ ചുമരിൽ ഒന്നിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാർ വരുമ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് തിരിയണ TV, ചുമരടക്കം തിരിയണ TV. അല്ലാ, ഭയങ്കര സംഭവം തന്നെ, ഭയങ്കര സംഭവം തന്നെ. എൻ്റെ ഒരു ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഒരുത്തൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് ഉദ്ഘാടനത്തിന് അവൻ ക്ഷണിച്ചിട്ട് ഞാൻ പോയി. ഞാൻ അന്ന് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല, പിന്നൊരു ദിവസം ഞാൻ പോയത്. അപ്പോൾ കയറ്റി അങ്ങനെയൊക്കെ ഇരുത്തിയപ്പോൾ ചുമരൊക്കെ റെഡിയാണ്. ആ സിറ്റൗട്ട് അല്ല, അതും കഴിഞ്ഞിട്ട് വേറെ റൂമിൽ. അത് കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണം കഴിക്കാൻ കരുതി അകത്തേക്ക് ഡൈനിങ് ഹാളിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ട് ഇത്ര വലിയ TV ഇരിക്കണം, ഒരു ചുമരോളം വലിയ TV. ശരിക്കും എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ത് തോന്നിയാസെന്ന് ചോദിച്ചു. വെറുതെ കുട്ടികളൊക്കെ ഇരുന്നിട്ട് സിനിമ കാണൂലേ ഒന്നിച്ച്. അപ്പോൾ ഉമ്മയും വാപ്പിയും മകളും മക്കളും ഒന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത കുറേ ചർച്ചകൾ അതിൽ വരൂലേ. ചില മറകളുണ്ട്, പൊളിക്കാൻ പാടില്ല. ഇവിടെ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കൂ, ഉമ്മയും മോളും അതിങ്ങനെ വിസ്തരിച്ച് ചർച്ച ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഉമ്മക്ക് കൂട്ടുകാരിയോടാവാം, വല്ല കയറുണ്ടെങ്കിൽ മോൾക്ക് അവളുടെ കൂട്ടുകാരികളോടാവാം. ഈ ബലാത്സംഗം, കൊലപാതകം ഇതൊന്നും ഉമ്മയും മോളും സംസാരിക്കാൻ പാടില്ല. നമ്മളുടെ ഇടയിൽ ചില അലിഖിതമായ നിബന്ധനകളും ബന്ധനങ്ങളും ഉണ്ട്. സിനിമ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ അത് മാറുന്നു. ഇതെൻ്റെ പെങ്ങളാന്ന് ബോധ്യം വരാതിരിക്കുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരം കയറുമ്പോൾ പെങ്ങളെ തന്നെ അവിടെ ഇവിടെയും പിച്ചാനും മാന്താനും സഹോദരൻ തയ്യാറാകുന്നു. വെറുതെ പറയണതല്ല. അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് സിനിമ കണ്ടിട്ട് സഹോദരനാൽ ഗർഭിണിയായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞെന്താണ്? കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനഃശാസ്ത്ര വിദഗ്ധനോട് ആ ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്? സാറേ, പ്രലോഭിതനായിപ്പോയി എന്നാണ്. അന്ന് പപ്പ വീട്ടിലില്ലായിരുന്നു, മമ്മി വീട്ടിലില്ലായിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും സിനിമ കാണുമായിരുന്നു ഒന്നിച്ച്. അവൾ ധരിച്ചത് സ്ലീവലെസ് ആവുന്ന ഒരു ടീഷർട്ടായിരുന്നു, പിന്നെ ഒരു ട്രൗസറും ആയിരുന്നു. ഞാൻ ധരിച്ചത് ഒരു ബർമൂഡയായിരുന്നു. സിനിമ ഇങ്ങനെ അരങ്ങേറി വന്നപ്പോൾ എൻ്റെ സഹോദരിയാണെന്നുള്ളത് ഞാനും, ഞാൻ ബ്രദറാണെന്നത് അവളും മറന്നുപോയി എന്നാണ്. ഇത് പാടില്ലെന്ന് ഉസ്താദ് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വലിയ സ്ക്രീനിൽ കാണാനുള്ള സംവിധാനമാണ് വീട്ടിൽ. ഞാൻ ഈ ചങ്ങാതിയോട് ചോദിച്ചു, എന്ത് പരിപാടി, ഇതിനിപ്പോൾ 1,00,000 രൂപ ചിലവാവില്ലേ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് കണ്ട സ്ഥിതിക്ക് കാണിച്ചു തരാം, 1,00,000 ഒന്നുമല്ല, അതിലേറെ കുറേ വന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ TV ഇങ്ങനെ പിടിച്ച് വലിച്ചു. അപ്പോൾ അതിങ്ങനെ പുറത്ത് ചുമരായി. ടി വി ഡൈനിങ് സിറ്റൗട്ടിലേക്ക് പോയി, ആ ഇരിക്കുന്ന ലിവിങ് റൂമിലേക്ക് പോയി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ TV ചുമരടക്കം ഡൈനിങ് ഹാളിലേക്ക് വരും. അപ്പോൾ അയാൾ എന്നോട് പറയണം, ഉള്ളത് പറയാലോ ഉസ്താദ്, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. നിങ്ങൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴേക്കും അത് മെല്ലെ തിരിക്കാൻ ഞാൻ മോനെ ഏൽപ്പിച്ചിരുന്നു. ആ ചങ്ങായി അങ്ങോട്ട് പോയി എന്നാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാനിങ്ങനെ വരുന്ന താളത്തിനനുസരിച്ച് ഇങ്ങോട്ട് തിരിച്ചപ്പുറത്തേക്ക് വെക്കാൻ. അപ്പോൾ പുറത്തും ചുമര്. ഇനി ഭക്ഷണം കഴിച്ച് കൈ കഴിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും തിരിച്ച് വെക്കുക, അപ്പം അങ്ങോട്ടും ചുമര്. ഇങ്ങനെ ഒച്ചോളി കളിച്ചിട്ടൊക്കെ സിനിമ ആണ്. എന്തൊരു മാത്രമുള്ള കാര്യം എന്നറിയാം.
ആ ഈ തോന്നിയ സംഘടന കോമാളികളൊക്കെ ഉദ്ഘാടനത്തിന് വന്ന ചെറിയ കുട്ടികളൊക്കെ വല്യപ്പാരിങ്ങനെ താങ്ങി പിടിച്ച് കാണിച്ചു കൊടുക്കുക, കണ്ടോ എന്ന് ചോദിക്കുക. അജറുൽ അസ്വദ് മുത്തിക്കണമായിരിക്കും, എന്തോ ഒരു ഉഷാറാന്നറിയാം. ഇത് നടക്കുന്ന വീട്ടിൽ പഠനം പകുതി കുറയുമെന്ന് പേരോടുസ്താദോ പൊന്മുളസ്താദോ എ പി ഉസ്താദോ പറയണതല്ല. ഡോക്ടർ മാത്യു വെല്ലൂരിൻ്റെ എങ്ങനെ പഠിക്കണം പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുക. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സൈക്കാട്രിസ്റ്റാണ് അദ്ദേഹം. വീട്ടിൽ മദ്രസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താനുള്ള സംവിധാനം വേണം. ഒന്ന് സൗകര്യങ്ങൾ, രണ്ടാമത്തേത് നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാവണം. കലബലാ പറയണം അമ്മ, സുന്നത്ത് നിസ്കരിക്കാത്ത അമ്മ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ വലതുകാലം മുന്നിൽ വെക്കണം അമ്മ, കുട്ടി മദ്രസക്ക് പോകുമ്പോൾ വലതുകാലം ചൊല്ലി ബിസ്മില്ലാ ഇറങ്ങിക്കോ എന്ന് തെറ്റു പറഞ്ഞു കൊടുക്കണം അമ്മ. പുതിയ ഇറങ്ങുകയാണെങ്കിലും പുതിയാപ്പിള ഇറങ്ങുകയാണെങ്കിലും അജ്ജിന് പോകണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാലം മുന്നോട്ട് വെക്കേണ്ടത്. ടോയ്ലറ്റിലേക്ക് തലമറക്കാതെ കുട്ടി പോണ കാണുമ്പോൾ അത് മെയിൻ ചെയ്യാത്തമ്മ, ഇടതുകാലം വെച്ചിരിക്കുന്നതും മുപ്പത്തിക്ക് വിഷയമല്ല, ചെരുപ്പിടാതെ പോകുന്നതും വിഷയമല്ല, കുട്ടി നിസ്കരിക്കാതിരിക്കണതും വിഷയമല്ല, ഖുർആൻ ഓതാതിരിക്കണതും വിഷയമല്ല. അങ്ങനത്തെ സാഹചര്യം വരാൻ പാടില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ കണ്ട് മക്കൾ എഴുന്നേൽക്കണം. ഖുർആൻ ഓതുന്ന വാപ്പയുടെ സ്വരം കേട്ടിട്ട് മക്കൾ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൂടെ പോരണം. ആ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും കളിയാടിടും. ആ കുടുംബം എപ്പോഴും വിശുദ്ധി പാലിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് ആവശ്യം. അതിനാവണം നമ്മുടെ യത്നം. ഉമാന്യരാവുന്നൊരു സയ്യിദിനെ സ്മരിക്കുന്ന വേദി കൂടെയാണിത്. ദീർഘിച്ച് ഞാൻ പറയുന്നില്ല. മഹദറത്തുൽ ബദരിയയുടെ 10ാം വാർഷികം കൂടെയാണിത്. ദീനിനു വേണ്ടി ആത്മാവ് ത്യജിച്ചവർ, നമ്മളെപ്പോലെ മക്കളും കുട്ടികളും കുടുംബവും ഭാര്യയും മാതാപിതാക്കളും തോട്ടവും കൃഷിയൊക്കെ ഉണ്ടാവേണ്ടവർ, നമ്മളെപ്പോലെ മോഹങ്ങളും വിചാരങ്ങളുമുള്ള പച്ച മനുഷ്യർ, ആയുധം പോലുമില്ലാതെ ദീനിനവർ കാവൽ നിന്നു. അല്ലാഹുവിൻ്റെ റസൂലാകുന്ന ദിവ്യപ്രകാശം അണയാതെ കെടാതെ അവർ സംരക്ഷിച്ചു. ആ സമൂഹം കൈമാറിത്തന്ന, കഠിനാധ്വാനം ചെയ്ത് നമ്മിലേക്ക് സുരക്ഷിതമായി എത്തിച്ച ദീന് കൊണ്ടാണ് നമ്മൾ കളിയാടിയിടുന്നത്. ഇത് നേരം വെളുക്കോളം തുടരുന്നതിനൊരു പ്രയാസമില്ല. ഫിസിക്കൽ ട്രെയിനിങ് പാടില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ യശസ്കരിക്കാൻ 4 റക്അത്തിന് സമയം കിട്ടൂല, ക്ഷീണമായിരിക്കും.